രാവിലെ രണ്ടപ്പവും പപ്പടവും ചെമ്മീൻ കറിയും കൂട്ടി കഴിച്ചു. അത് രണ്ടപ്പം എടുത്തിട്ടുണ്ടല്ലോ, ഡയറ്റ് ആയിരുന്നു അതിന്റെ ഉദ്ദേശം. പിന്നെ ചെമ്മീൻ കറിയും പപ്പടവും കൂട്ടി അപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റ്. അപ്പൊ പിന്നെ രണ്ടെണ്ണം കൂടെ എടുത്ത് അതും കഴിച്ച് കാലിയാക്കി. പുറത്തേക്ക് സാധനം മേടിക്കാൻ ഇറങ്ങിയപ്പോൾ മസാല ദോശയും കഴിക്കാൻ തോന്നി. 2 മസാല ദോശയും ഒരു ചായയും പറഞ്ഞു. ആദ്യം മസാല ദോശ 2 കഴിച്ചു, പിന്നെ ആ ചായയും കുടിച്ചു. വീട്ടിൽ വന്ന് 5 ചപ്പാത്തിയും ചെമ്മീൻ കറിയും കൂട്ടി കഴിച്ചു. ഫ്രിഡ്ജിൽ നിന്ന് മാവെടുത്ത് ദോശ ഉണ്ടാക്കി, പൊടി ദോശ എന്ന് പറഞ്ഞ് കഴിച്ചു. അതിന്റെ കൂടെ ചട്നിയും സാമ്പാറും ഉണ്ടായി, അതും ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നതായിരുന്നു. പിന്നെ 5 പപ്പടവും കൂടെ ഉണ്ടാക്കി കഴിച്ചു. എടുത്തിരിക്കുമ്പോൾ പപ്പടം ഇങ്ങനെ കടിച്ച് പൊടിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ്. പിന്നെ 2 ചപ്പാത്തിയും ചെമ്മീൻ കറിയും കൂട്ടി കഴിച്ചു. പിന്നെ ഉണ്ടായിരുന്ന ഒരു ദോശയും പൊടിയും സാമ്പാറും കൂട്ടി കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് ഇത്രയും മതി എന്ന് പറഞ്ഞിരിക്കുമ്പോൾ വിശപ്പ് കാരണം മധുരക്കിഴങ്ങ് പുഴുങ്ങി ഒന്ന് കഴിക്കാന്ന് വിചാരിച്ചു. മധുരക്കിഴങ്ങ് അച്ചാറും ലൈമും കൂട്ടി കഴിച്ചു. അപ്പോഴത്തേക്കും 12 മണി. ചെമ്മീൻ കറി, ചോറ്, പപ്പടം, പയറ് അതൊക്കെ കൂട്ടി ചോറ് കഴിച്ചു. പ്ലേറ്റ് കഴുകി വെക്കുമ്പോൾ ഇത്തിരി കൂടെ ചോറ് കഴിക്കാൻ ഇത്തിരി കൂടെ എടുത്തു. അതേ പ്ലേറ്റിൽ പിന്നെ എടുത്തു ഇത്തിരി കൂടെ ചോറും കറി. 2 ഇത്തിരി കൂടെ ചോറും പപ്പടവും ചെമ്മീൻ കറി, ഫ്രിഡ്ജിലുണ്ടായ അച്ചിങ്ങയും അച്ചാറും ലൈമും കൂട്ടി കഴിച്ചു. പിന്നെ അതേ പാത്രത്തിൽ ഇത്തിരി കൂടെ ചോറും ഇത്തിരി ചെമ്മീൻ കറി എടുത്ത് പിന്നെയും കഴിച്ചു. അപ്പോഴേക്കും ചെമ്മീൻ കറി തീർന്നു. ബാലൻസ് ഉണ്ടായ ചട്ടിയിലെ ചെമ്മീൻ കറിയിലേക്ക് ചോറ് തട്ടി അതും കൂടെ കഴിച്ചിട്ട് ഒന്ന് ഉച്ചമയക്കം ഉറങ്ങാന്ന് വിചാരിച്ചു. ഫ്രിഡ്ജിലുണ്ടായിരുന്ന അച്ചിങ്ങ പിന്നെയും ചൂടാക്കി ഒന്നുകൂടെ അതിലേക്ക് തട്ടി. ഇത് കഴിച്ചു തീർന്നിട്ട് വേണം എനിക്കൊന്ന് കിടന്നുറങ്ങാനായി. ചട്ടിയിലെ ചോറും കറികളൊക്കെ കാലിലേക്ക് ഞാൻ കിടന്നു.